ഓം ഗജാനനം ഭൂതഗണാതിസേവിതം കപിത്തജംഭൂഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം. യാ കുന്ദേന്ദു തുഷാരഹാരധവളായ ശുഭ്രവസ്ത്രാവൃത യാ വീണാവരദണ്ഡമണ്ഡിതപരാ യാ ശ്വേത പത്മാസന യാ ബ്രഹ്മാർച്ചുത ശങ്കരപ്രഭൃതിഭിർദേവൈ സദാ പൂജിത സാ മാം പാതു സരസ്വതി ഭഗവതി നിശേഷജാഡ്യാപഹ. ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗഹൃദ്ധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം സശംഖചക്രം സകിരീടകുണ്ഡലം സപീതവസ്ത്രം സരസീരുഹേഷണം സഹാരവർഷസ്ഥലകൗസ്തുഭശ്രിയം നമാമി വിഷ്ണും ശിരസാ ചതുർഭുജം. യസ്യ സ്മരണമാത്രേണ ജന്മസംസാരബന്ധനാത് വിമുച്യതേ നമസ്തസ്മൈ വിഷ്ണവേ പ്രഭവിഷ്ണവേ നമ സമസ്തഭൂതാനാം ആദിഭൂതായ ഭൂഭൃതേ അനേകരൂപ അരൂപായ വിഷ്ണവേ പ്രഭവിഷ്ണവേ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം. എല്ലാവർക്കും ഈശ്വരകൃപയും ശാന്തിയും സമാധാനവും എല്ലാ ആരോഗ്യവും ആയുസ്സും രോഗശാന്തിയും എല്ലാ നന്മകളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു. സർവ്വമക്കളെയും ഭഗവാനിൽ അർപ്പിക്കുന്നു. നമുക്ക് നാമം ചൊല്ലിട്ട് ഭാഗവതം വായിക്കാം. അന്നേരം ഭക്ത്യാ വന്ദിച്ചിരുത്തിനാൻ നന്നായി വിഷ്ണുരാധൻ ബ്രഹ്മരാധനെ ജന്മസാഫല്യം എന്തൊന്നറിവാനായി നന്മ ചോദിച്ചാൻ കൃഷ്ണ ഹരേ ജയ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. ആദിത്യനുദയേ തിമിരം പോലെ ദൂരെ നീങ്ങുന്നു മോഹം നമുക്കിപ്പോൾ ആതുരാണാമനുഗ്രഹം നിങ്ങളാൽ താനേ കൈവരും കൃഷ്ണ ഹരേ ജയ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. ഇന്നെനിക്കു വിശേഷിച്ചു വേണ്ടത് വന്നു കാരുണ്യത്തോടെ ഭവാന്മാരെ ഒന്നു ചൊല്ലേണം എന്തു പുരുഷന് നല്ലതേറ്റവും കൃഷ്ണ ഹരേ ജയ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. ഈ വണ്ണം അറിയിച്ചോരു ഭൂപന്റെ ഭാവം കണ്ടരുൾ ചെയ്തു മുനിജനം. ഈ വണ്ണമുള്ളോരുദ്യോഗം ആത്മാവിൽ കൈവിടാ മോക്ഷം കൃഷ്ണ ഹരേ ജയ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. ഉത്തമനിവൻ വിഷ്ണു ഭക്തൻ തുലോം ശുദ്ധചിത്തൻ വിരക്തൻ വിഷയത്തിൽ എത്തും ഇന്നു പരബ്രഹ്മ സായുജ്യം പാർത്തിരിക്ക നാം കൃഷ്ണ ഹരേ ജയ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ
സച്ചിദാനന്ദ നാരായണ ഹരേ. ഊനം വര പരിജ്ഞാനവാരിധി മാനിച്ച നൃപനോടരുളി ശുകൻ, ജ്ഞാനിമാരാം മുനിമാരിലഗ്രണി ജ്ഞാനമെത്രയും കൃഷ്ണ ഹരേ ജയ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. എത്രയും നന്നു വൈദുഷ്യം ഭൂപതേ, പ്രശ്നമീ വണ്ണം വേണ്ടു മഹാജനം. നിഷ്ഫലം ഭ്രമിച്ചേടുന്നു ഭൂപന്റെ, ലക്ഷണം നല്ലു കൃഷ്ണ ഹരേ ജയ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. ഏതും താൻ അറിയാതെ പഴുതേ പോം പാതിയായുസും നിദ്രയാ ജന്തുനാം, പാതി മറ്റേതും ഓരോ ദുരാഗ്രഹാൽ പാപികൾക്കഹോ കൃഷ്ണ ഹരേ ജയ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. ഐവരെയുമടക്കി മനക്കാമ്പിൽ ദിവ്യ വിഷ്ണു ഭഗവാന്റെ രൂപത്തെ ചൊവ്വിൽ കാണുന്ന നേരമിഞ്ഞാനന്ദം കൈവരും നൂനം കൃഷ്ണ ഹരേ ജയ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. ഒന്നിതാത്മാവ് കാണപ്പെടുന്നത് വന്നു കാണുമ്പോൾ കാണാം ഭഗവാനെ, എന്നും ഗോവിന്ദാനുഗ്രഹം കൂടാതെ വന്നിടാ മോക്ഷം കൃഷ്ണ ഹരേ ജയ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. ഓതിടാം നാലു വേദങ്ങളും ധന്യ യാഗം ദാനവും സന്യാസയോഗവും, ചേതസിൻ്റെ മലം കളഞ്ഞിടുവാൻ ഭക്തിയോടടാ കൃഷ്ണ ഹരേ ജയ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. ഔദാര്യം ചേരും ദേഹഗേഹാദിയാൽ മോഹം കൈവിട്ടു സജ്ജന സമ്പർക്കാൽ, സ്വാദു തോന്നി മുകുന്ദ കഥാരസേ ഭേദവും തോന്നാ കൃഷ്ണ ഹരേ ജയ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. അക്കഥ കേൾക്ക കേൾപ്പിക്കയല്ലാതെ ദുഷ്കഥ കൊണ്ടുപോക്കല്ല രക്ഷണം. അക്കർമ്മത്തോളം നന്നല്ല ഒരു കർമ്മം, കർമ്മം ചെയ്തിപ്പാൻ കൃഷ്ണ ഹരേ ജയ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. ഭഗവത് കഥകൾ കേൾക്കുകയും കേൾപ്പിക്കുകയുമാണ് വേണ്ടത്. ദുഷിച്ച കഥകൾ കൊണ്ട് അരനിമിഷം പോലും പാഴാക്കരുത്. മോക്ഷപ്രാപ്തിക്ക് ഭഗവത് കഥ ശ്രവണത്തേക്കാൾ ഉത്തമമായി മറ്റൊന്നുമില്ല. ഇത് കേൾക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഇത് ചൊല്ലുന്നതിനേക്കാൾ ഉത്തമം ഇത് കേൾക്കുന്നത്. അതുകൊണ്ട് നമുക്ക് സമയം പോലും പാഴാക്കി കളഞ്ഞുകൂടാ. നല്ല കഥകൾ പറഞ്ഞു കൊടുക്കണം. ആരുടെ കൂടെ ആയാലും നല്ലത് മാത്രം. ഭഗവത് കഥകൾ നന്മ സുഭാഷിതം, അല്ലാതെ വേണ്ടാത്ത കഥകൾ കൊണ്ട് അരനിമിഷം പോലും പാഴിക്കളഞ്ഞുകൂടാ. അതാണ് ഒരു ഭക്തൻ ചെയ്യേണ്ട കാര്യം. ഭക്തനാകണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ രണ്ടും കൂടെ ആകുമ്പോൾ ഉള്ള ഭക്തിയുടെ പോകത്തേ ഉള്ളൂ. അപ്പോൾ വേണ്ടാത്ത കഥകൾക്ക് കാണാനോ കേൾക്കാനോ പോകാതെ ഭക്ത മക്കൾക്ക് വേണ്ടിയാണ് ഇത് പറയുന്നത്. ഭാഗവതം വായിക്കുന്ന മക്കൾക്ക് ഇത് അത്യാവശ്യമാണ്.
നമുക്ക് എപ്പോഴും ഭഗവാന്റെ ഓർമ്മ സ്മരണ നമ്മളെ ഉള്ളിൽ വേണം. ആ സ്മരണ നമ്മൾ ഏത് കർമ്മങ്ങൾ ചെയ്യുമ്പോഴും ആ ഓർമ്മ നമ്മുടെ ഉള്ളിൽ വേണമെങ്കിൽ മറ്റ് ദുഷിച്ച കഥകൾ, ഈ ലോകത്തിൽ വേണ്ടാത്ത കഥകളും കൊണ്ട് ഓരോ നമുക്ക് വാർത്തകൾ എടുത്തു വെച്ചാൽ അറിയാം, പത്രത്തിലൊക്കെ പല പല വേണ്ടാത്ത, നമുക്ക് അതിനെപ്പറ്റി ചിന്തിച്ചിട്ട് കാര്യമില്ല. അതൊക്കെ ഈ ലോക ജീവിതക്കാർ ചെയ്തോളും. യഥാർത്ഥ ഒരു ഭക്തന് അതൊന്നും ആവശ്യമില്ല. അതാണ് ഭാഗവതം പറയുന്നത്. അരനിമിഷം പോലും നമ്മൾ ഭഗവാനുള്ള ഓർമ്മ മാത്രം മതി. പ്രാർത്ഥിക്കുന്നതൊക്കെ അയവിറക്കുക, അതാണ് ഓർമ്മ. എപ്പോഴും ഭഗവാന്റെ ഓർമ്മ, അതാണ് നമ്മുടെ ഉള്ളത്തിൽ വേണ്ടത്. നമ്മൾ ഭാഗവതം ധനുർഭംഗമാണ് വായിച്ചത്. ധനു എന്ന് വെച്ചാൽ വില്ല്. അത് ഭഗവാനെടുത്ത് പെട്ടെന്ന് ഓടിച്ച് അതിന് ഭംഗം വരുത്തി. ധനുർയാഗം പിന്നെ ഈ പൂജിച്ച് ഐശ്വര്യമാക്കി എല്ലാം കുളിപ്പിച്ചൊരുക്കി വെച്ചേക്കുന്നൊരു വില്ലല്ലേ, അത് ഭഗവാൻ അത് ഭംഗം വരുത്തി എന്നുള്ളതാണ്. ഇനി അടുത്ത ഭംഗമാക്കാണ് വരാൻ പോണേ കുവലയാ പീഠത്തിൻ്റെ. അത് നമ്മൾ വായിച്ചു. കുവലയ എന്ന് വെച്ചാൽ പിന്നെ ആന, മുതിർന്ന ഉന്നതമായ ആന, അത്രമാത്രം എല്ലാവരിലും ഗജേന്ദ്രൻ, ആനകൾ വെച്ച് തലവൻ. അതിനെയും ഭഗവാൻ അടിച്ചു കൊന്നു. മസ്തകത്തിൽ ചവിട്ടി തള്ളി കൊമ്പ് കൈകൊണ്ട് വലിച്ചൂരി അവിടെ വീണ് അപ്പോഴേ കാലപുരിക്ക് പോയി. അതൊക്കെയാണ് നമ്മൾ വായിച്ചുകൊണ്ടിരുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ പന്നകത്തെ ഗരുഡൻ എങ്ങനെ ഇഴച്ചുകൊണ്ട് പോകുന്നത് അതുപോലെ ആനയുടെ വാലി പിടിച്ച് പുറന്നോട്ട് ഭഗവാൻ വലിച്ച് കുറച്ച് ദൂരെ പോകുന്നവരെ 100 വിൽക്കോലകം വരെ പോയിട്ട് ഭഗവാൻ അവിടെ ഓടിക്കളഞ്ഞു. എന്നിട്ടോ അവിടെ നിന്ന് എണീറ്റ് ഈ പിന്നെ ആന വീണ്ടും ഭഗവാനെ അടുക്കലോട്ട് ഓടിയപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? കമന്ന് വീണു. കുത്താനോട്ട് ചെല്ലുമ്പം ആനയുടെ കൊമ്പ് തറയിലോട്ട് കുത്തുന്ന സമയം നോക്കി ഭഗവാൻ അവിടുന്ന് പെട്ടെന്ന് ഉരുണ്ട് ഓടി. അപ്പം ആനയുടെ കൊമ്പ് അത്രത്തോളം ആഘാതത്തിൽ തറ താഴെ പതിഞ്ഞ് എടുക്കാൻ കുറേ നേരത്തേക്ക് വലിച്ചൂരാൻ വയ്യാത്തതുപോലെ നിന്ന് അങ്ങ് പിന്നെ ഊരി. അങ്ങനെ ഭഗവാൻ വീണ്ടും അവിടെ ഘോരനാം കുംഭി കുതിർന്ന് കുത്തിയിടിനാൻ. അപ്പോൾ നാരായണന് ഉരുണ്ടു മണ്ടിയിടിനാൻ. കമന്നങ്ങ് വീണിട്ട് അവിടെ നിന്ന് ആന അങ്ങോട്ട് ചെല്ലുന്ന നോക്കി നിൽക്കും. പെട്ടെന്ന് ആന കമന്ന് കുത്തുമെന്നാകുമ്പോൾ ഭഗവാൻ ഉരുളും. അങ്ങനെ ഉരുണ്ട ആ കുത്ത് നിർത്തുന്നത് പിന്നെ അങ്ങോട്ട് മാറാൻ പറ്റില്ല. എത്ര ഊക്കൊടലെ ആന കുത്താൻ ചില അവിടുന്ന് കൃഷ്ണൻ ഉരുണ്ടത് കൊണ്ട് എന്നെ കുത്തിഞ്ഞ് തിരിച്ചെടുക്കണം, അത് നടക്കത്തില്ല. കുത്താനായിട്ട് തറച്ചങ്ങോട്ട് വച്ച അത് തറയിലോട്ട് തന്നെ കുത്തിയിരിക്കും. ഭഗവാൻ അത് നോക്കിയാണ് ഉരുണ്ട് ഓടുന്നത്. അങ്ങനെ അവൻ്റെ കൊമ്പെല്ലാം വലിച്ചൂരാൻ വലിയ ആമയം വിഷമമുണ്ടായി. അത് എല്ലാം കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? താടിച്ച് മൽക്കരം കൊണ്ട്, നല്ല സുന്ദരമായിരുന്ന ഭഗവാന്റെ കരം കൊണ്ട് ഇതിനെ താടിച്ച് ഇവിടെ ഹസ്തിതൻ മസ്തകെ, ആ ഹസ്തിതൻ അത് ആനയുടെ മസ്തകത്തിൽ മല്ലവിലോചൻ ഭഗവാൻ താടിച്ച് അടിച്ച്. പിന്നെ തല്ലുകൊണ്ട് ഏറ്റവും തളർന്നു കുംഭീന്ദ്രൻ, തളർന്ന് ഈ ആന അലലോടെ ഏറ്റവും അലറി. ആ അടി കൊണ്ടപ്പോഴത്തേക്ക് തന്നെ ആന വളരെ അലറി, മൂത്രവും മലവും എല്ലാം സ്രവിച്ചു. ദ്വാരങ്ങളൊക്കെ തുറന്നിതു. കൊല്ലുവനെന്ന് ഉറച്ച അൻപോട് ഭഗവാൻ കൊല്ലുവാൻ തന്നെ തീരുമാനിച്ചു. ഭഗവാൻ മാധവൻ അങ്ങനെ എന്ത് തുമ്പിക്കരം പിടിച്ച അൻപോട് ഭൂമിയിൽ കുമ്പിടിപ്പിച്ചു. തുമ്പിക്കരം കൊണ്ട് പിടിച്ചപ്പം അവിടെ ഭഗവാന്റെ മുമ്പിൽ കുമ്പിടിപ്പിച്ചു ഈ ആനയെ കൊണ്ട്. വൻപ് കൊണ്ട് കുമ്പിടിപ്പിച്ച് വൻ കൊമ്പുകൾ രണ്ട് കൊമ്പിനെ ഹസ്തങ്ങൾ കൊണ്ട് ഭഗവാന്റെ കൈകൾ കൊണ്ട് തന്നെ പിടിച്ച് വലിച്ചിട്ട് മസ്തകത്തിന്മേൽ ചവിട്ടിപ്പറിച്ച്, മസ്തകത്തിന്മേലോട്ടൊരു ചവിട്ട് കൊടുത്ത് തള്ളിക്കൊണ്ട് കൊമ്പ് വലിച്ചു പിടിച്ചു. അന്തകൻ വീട് പൂക്കു. എവിടെ ഗജശ്രേഷ്ഠൻ അവിടെ കാലപുരിക്ക് പോയി. അന്തകനാരായ യമൻ കാലൻ്റെ വീട് അവിടെ യമപുരി. അവിടേക്ക് തന്നെ ഈ ഗജൻ ആന പോയി. ദന്തിയെ പാലിച്ചു പോരുന്ന ദുഷ്ടരെ ദന്തത്താൽ പ്രഹരിച്ചൊടുക്കിനാൻ. ഈ ദന്തിയെ, ഈ ആനയുടെ പാപ്പാൻ, ആനയെ പാലിക്കുന്ന ദുഷ്ടനായിട്ട് അവനാണല്ലോ കംസന്റെ വാക്ക് കേട്ട് അവിടെ കാനിയെ നിർത്തി നിന്നത്. അപ്പോൾ അങ്ങനെയുള്ള പാപ്പാന്മാരെല്ലാം ഭഗവാൻ എന്ത് ചെയ്തു? ദന്തിയുടെ ആ ആനയുടെ ദന്തം, അതായത് കൊമ്പ് കൊണ്ട് തന്നെ പ്രഹരിച്ചു ദുഷ്ടന്മാരെ. എന്നിട്ട് ദന്തിതൻ കൊമ്പ് ഒന്ന് കൊടുത്തു, രാമന് കൊടുത്തു. എന്നിട്ട് ഒന്ന് ചന്തമായി ഒന്ന് ഭഗവാനെ തോളിലും വെച്ച് അങ്ങനെ ഉല്ലസിച്ചു. ഇതാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വായിച്ചത്. നമുക്ക് ഇനി കണ്ട് വായിക്കണം. ഇത് നമ്മളിന്നലെ വായിച്ചൊന്ന് മക്കൾക്കായിട്ടൊന്ന് ഓർമ്മിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഞാൻ അപ്പോഴെപ്പോഴെങ്ങ് മറക്കും മക്കളെ. പ്രായം കുറേ, അല്ലെങ്കിൽ ഇത് കുട്ടിനാളിലേക്ക് വായിച്ച് ശീലം വേണം. ഞാൻ അങ്ങനെ വായിക്കാറില്ലല്ലോ. ഇങ്ങനെയൊക്കെ ഒന്ന് എടുക്കുമ്പോഴേന്ന് വായിക്കുക. നമ്മൾ നിത്യേന വായിക്കുന്ന ചില ഭാഗങ്ങളുണ്ടായിരുന്നു, അതൊക്കെ ഒന്നുകൂടെ നമുക്ക് അറിയാം. ഇത് നമ്മൾക്ക് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ മാത്രം ഒന്ന് വായിക്കത്തേ ഉള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് വായിക്കേണ്ട കാര്യം ഇല്ലാത്തതുകൊണ്ട് വേറെയും പലതൊക്കെ വായിക്കുന്നുണ്ട്. എല്ലാം കൂടെ ഒക്കെ വായിക്കുമ്പോൾ ഇതൊക്കെ എപ്പോഴെങ്കിലൊക്കെ നടക്കും. അതുകൊണ്ട് എല്ലാ മക്കൾക്കും ഇത് നന്നായി, ചെറുപ്പക്കാരായ മക്കളൊക്കെ എപ്പോഴും വായിച്ച് പഠിക്കണം. കാരണം എത്ര നാളിന് ജീവിതം ഉണ്ടെന്നറിയോ. അപ്പോൾ അതിനുള്ള സൗകര്യം ഉണ്ടല്ലോ. എനിക്കിനിയിപ്പോൾ എത്ര നാളത്തേക്കാണ്.
ഞാനിതൊക്കെ ഈ വൈകിയ വേളയിലാണ് ഇതൊക്കെ എടുക്കുന്നത്. അത് ഭഗവാൻ എന്തോ എൻ്റെ ഉള്ളിൽ നിന്ന് എന്തൊക്കെയോ ഇവിടെ വെളിയിലോട്ടൊന്ന് ഒരു വാക്കോ എന്തെങ്കിലും അത് എൻ്റെ ഉള്ളിലൊരു വേദന വന്നു. അതുകൊണ്ട് അത് എപ്പോഴും പറയണ്ടല്ലോ. ഇനി പുതിയ പുതിയ മക്കളുണ്ടെങ്കിൽ അവരൊന്ന് കേട്ടോട്ടെന്ന് കരുതുക. എപ്പോഴും ഓരോ മക്കൾ ഇത് പുതിയ പുതിയ മക്കൾ വരുന്നുണ്ട്, അല്ലെങ്കിൽ ഇത്രയും ആളുകൾ പണ്ടേ ഉള്ള ആളുകൾ എപ്പോഴും കമൻസ് ചെയ്യുന്നുണ്ട്, അതെനിക്കറിയാം. പിന്നെ ഇതിനിടയ്ക്കിടയ്ക്ക് വരുന്ന ഇത്രയും ചില വീഡിയോസ് തോനെയും പേര് കാണുന്നുണ്ട്. പക്ഷേ 45-50 മിനിറ്റൊക്കെ ആയതുകൊണ്ട് ആളുകൾ കുറച്ച് കാണുന്നത്. കാരണം ഇത്രയും നേരം എടുക്കാൻ സാധാരണക്കാരാണല്ലോ ഭഗവാനോട് ഭക്തിയുള്ളത്. അത് നമ്മൾ മനസ്സിലാക്കണം. ധനവാന്മാർക്ക് ഒരിക്കലും ഈശ്വരങ്ങളിലേക്ക് ചെല്ലാൻ പറ്റില്ല. കാരണം എന്താ, അവർക്കൊന്നിൻ്റെയും കുറവില്ലല്ലോ. അവർ കഴിഞ്ഞ ജന്മം സുഹൃതം ചെയ്തുകൊണ്ട് അവർ നന്നായി ഈ ലോക ജീവിതം നന്നായി ആസ്വദിച്ച് ജീവിക്കുന്നുണ്ട്. അവർക്ക് ഭക്തി എന്താണെന്നോ ഈശ്വരനെ എന്താണെന്നോ ഒന്നും അവർക്ക് അറിയേണ്ട കാര്യമില്ല. അവരെങ്ങനെയാലും ജീവിച്ചു പോകുന്നുണ്ട്. പക്ഷേ ഇനി വരുന്ന ജന്മത്തിലേക്ക് ഈ ജന്മം പ്രവൃത്തി ചെയ്തില്ലെങ്കിൽ അധപ്പതനമാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. പക്ഷെ അത് അറിഞ്ഞുകൂടാത്തവരങ്ങനെ ഇരിക്കട്ടെ. പക്ഷെ നമ്മൾ സാധുക്കളായ ഭക്തന്മാരായ പാവപ്പെട്ടവരുണ്ട്. ഈ യൂട്യൂബൊക്കെ ഇതിനകത്ത് ഇപ്പം നെറ്റ് എനിക്ക് തന്നെ നമുക്ക് മക്കൾ തരുന്ന ആഹാരത്തിനകത്തൊന്ന് ഞാൻ പിടിച്ചു വെച്ചല്ലേ ഈ നെറ്റൊക്കെ ഇതിലോട്ട് നമ്മൾ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പം എന്താണ്, അങ്ങനെയുള്ള എന്നെപ്പോലുള്ള പാവം പിടിച്ച സാധുക്കളെന്ന് വെച്ചാണ് ഭക്തന്മാരാണെങ്കിലും വലിയ ശേഷി ഇല്ലാത്തവരാണ് കൂടുതലും കാണുന്നത്. അവർക്ക് ഈ 40, 45, 50 മിനിറ്റ് കാണാൻ വളരെ പ്രയാസമുള്ളതായിരിക്കും. അതെനിക്കറിയാം. പക്ഷെ ഞാൻ ഇങ്ങനെ അങ്ങ് വായിച്ച് പോകുമ്പോൾ അങ്ങ് പൊക്കോണ്. അതുകൊണ്ട് ചിലപ്പോൾ പറ്റുന്നില്ല, ഓർക്കുന്നില്ല, അതങ്ങ് നീണ്ടു പോവുക. ഞാൻ എന്നാൽ വിചാരിക്കും 30 മിനിറ്റകത്ത് നിർത്തണമെന്ന്. പക്ഷേ ഇന്ന് നോക്കട്ടെ, അങ്ങനെ ആക്കാം ഇനി. അല്ലാതെ എല്ലാവർക്കും ഇത് ചൊവ്വന് അവസാനം വരെ കാണാൻ പറ്റത്തില്ലെന്ന് എനിക്കറിയാം. അല്ലെങ്കിൽ എന്തുകൊണ്ട് എപ്പോഴും വരുമാനമുള്ളവരായിരിക്കണം. അവർക്ക് അന്നന്ന് ഇത്ര നെറ്റല്ലേ ഉള്ളൂ. ഒരുവിധം ചാർജ് ചെയ്താൽ എല്ലാവരുടെയും വീടുകളിൽ നെറ്റ് കാണൂലല്ലോ. ഞാനിപ്പം ചാർജ് ചെയ്യുന്ന പോലെ ചാർജ് ചെയ്യുമ്പോൾ ഇത്ര 400 രൂപയ്ക്കകത്തുള്ള ചാർജ് ചെയ്യാൻ എല്ലാവരെ കൊണ്ടും പറ്റത്തില്ല. എനിക്ക് ഇങ്ങനെ യൂട്യൂബിൽ ഇടുന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ എനിക്ക് 200 ഒക്കെ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കുറച്ചേ കാണാൻ പറ്റും. എനിക്ക് യൂട്യൂബിൽ ഇടുന്നതുകൊണ്ട് തോനെ പവർ വേണം. അല്ലെങ്കിൽ പോവില്ല, യൂട്യൂബിലേക്ക് കയറി പോവില്ല. അതുകൊണ്ടൊക്കെയാ മക്കളെ. എല്ലാം സമാധാനപ്പെടും, എല്ലാം ശരിയാവും. എല്ലാവരും എന്ത് പറയാനാ, എല്ലാവരും പ്രാർത്ഥിക്കും മക്കളെ. അതേ എനിക്ക് പറയാൻ പറ്റും. നമുക്കിനി രംഗപ്രവേശം വായിക്കാം, അത് കണ്ടു വായിക്കാം. രംഗപ്രവേശം. കാരണം ഭഗവാൻ ഈ ആനയൊക്കെ വധിച്ചിട്ട് മല്ലയുദ്ധക്കാരുടെ രംഗം ഈ എന്താ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞതുപോലെ ആ രംഗപ്രവേശനോട് കയറി പോകാനുള്ള പരിപാടിയാണ് ഭഗവാനും കാണിക്കുന്നത്. എങ്ങനെയാണ് ഭഗവാൻ കയറി പോകുന്നത് നമുക്ക് നോക്കാം. വേർപ്പ് പൊടിഞ്ഞ മുഖശോഭയ സമം. ഇത്രയൊക്കെ അധ്വാനം ചെയ്തില്ലേ ഈ ആനയുടെ കൂടെ ഓടാനും അതിനെ പിടിച്ച് വലിച്ച് പിന്നെ കൊമ്പ് പിടിച്ച് വലിച്ചൂരാൻ, ഇതൊക്കെ കഠിനാധ്വാനമല്ലേ. അപ്പോൾ ഭഗവാൻ ഇങ്ങനെ വിയർപ്പ്, നമ്മൾ ഈ വിയർപ്പുണ്ടല്ലേ ഈ ശരീരത്തിന് ക്ഷീണം, അങ്ങനെ വേർപ്പ് പൊടിഞ്ഞ മുഖശോഭ. എന്നാലോ മുഖത്തിന് നല്ല ശോഭയാണ്. വിയർപ്പ് തുള്ളികൾ ഇങ്ങനെ പുറത്ത് മുഖത്തൊക്കെ ഉണ്ട്. എങ്കിലും ഭഗവാന് നല്ല ശോഭയാ ഭഗവാൻ കണ്ണന്. എന്നിട്ട് സമം സ്വല്പമാകും പാംസു ഭൂഷിത ഗാത്രൻ. എന്താണ് പാംസു ഭൂഷിത ഗാത്രം? ശരീരം. ഈ ശരീരത്തെ എന്താ പാംസ് പൊടി മണ്ണി കിടന്ന് ഉരുണ്ടില്ലേ. ആന കുത്താൻ ചെന്നപ്പം ഭഗവാൻ എന്ത് ചെയ്ത് കമന്ന് വീണ് കിടന്നുകൊണ്ടിരുന്നിട്ട് ആന കുത്തുന്നതെന്ന് അറിഞ്ഞപ്പം ഒരു ഉരുളൊക്കെ ഉരുണ്ടില്ലേ. അപ്പോൾ പിന്നെ തറയിലെ പൊടിയെല്ലാം ഭഗവാന് പുറത്താവത്തില്ലേ. പോലെ വിയർപ്പ് തുള്ളികളും ഉണ്ട്. അപ്പോൾ സ്വല്പമാകും പാംസ് ഭൂഷിത ഗാത്രനായി. ഭഗവാന്റെ ശരീരം മൊത്തവും പാംസ് പൊടി കൊണ്ട് ശരീരം മൊത്തവും. ദന്തിതൻ ദന്തമാ ആയുധവും പൂണ്ട്. ദന്തിയുടെ ദന്തം അത് കൊമ്പ്, ഒന്ന് രാമനും കൊടുത്ത് ഒന്ന് കൃഷ്ണൻ്റെയിലും. അപ്പോൾ ദന്തി ആനയുടെ ദന്തം ആയുധമാണല്ലോ അത് ഭഗവാന്റെ കയ്യിൽ പിന്നെ ഒരു ആയുധമായി മാറും. ഭഗവാന്റെ കയ്യിൽ മറ്റൊരു ആയുധമൊന്നുമില്ല. ഈ ആനയുടെ ആയുധം ഒന്ന് കൊടുത്ത് രാമന് കൊടുത്ത്, ഒന്ന് ഭഗവാന്റെ തോളയിലും വെച്ചിട്ടാണല്ലോ പ്രവേശിക്കുന്ന അങ്ങോട്ട് രംഗപ്രവേശനം. ദന്തിതൻ ദന്തമാം ആയുധവും പൂണ്ട് സന്തോഷമോടെ ബലഭദ്രനും താനും തൻ്റെ സഖാക്കളാം 4-5 ബാലരും ഒന്നിച്ചു ചെന്നു രംഗം പ്രവേശിക്കുന്ന നാരായണൻ സർവഭാവാത്മകൻ തന്നെ ക്രൂരരാം മല്ലദൂതന്മാർക്ക് മാനസേ ഘോരമാകും ഇടുത്തിയെന്ന് തോന്നി. ഈ ഘോരനായിരിക്കുന്ന ദുഷ്ടന്മാരാണല്ലോ, ഭയങ്കരന്മാരാണ് മല്ലന്മാർ. ഭഗവാൻ കൃഷ്ണനൊക്കെ എന്തുകൊണ്ട് കൊച്ചു കുട്ടികളല്ലേ, അതിനൊക്കെയുള്ള പ്രായമായില്ലല്ലോ.
കുട്ടികളെ ഉത്സവത്തിന് വിളിക്കുക. കംസൻ അറിഞ്ഞു നാരദ മഹാമുനി എന്ന് പറഞ്ഞത്, നിന്റെ കന്തകൻ ദന്തഗോപുര വളരുന്നുണ്ട്, ഇത് കേട്ടപ്പോഴേ അവനെ കൊന്നാൽ മതിയല്ലോ, അത് വളർച്ചയൊന്നും നോക്കണ്ടല്ലോ. അപ്പോൾ പ്രായത്തെ നോക്കണം, കൊച്ചു കുട്ടികളല്ലേ, അവരെ വിളിച്ചുകൊണ്ട് വരണം പറഞ്ഞ അക്രൂരനെ പറഞ്ഞ് വിട്ടല്ലേ ഭഗവാന് ഇത് ധനുർയാഗം ആഘോഷം ഉത്സവം എൻ്റെ കുട്ടികൾ കണ്ടോട്ടെ, എനിക്ക് സഹോദരി പുത്രനെ എനിക്ക് കാണാൻ കൊതിയും ഉണ്ടല്ലോ എന്നും പറഞ്ഞല്ലേ പറഞ്ഞു കൊണ്ടുവരുത്തുന്നത്. പക്ഷേ ഭഗവാനൊക്കെ അക്രൂരനും അറിയാം. അക്രൂരനോട് പറയുന്നല്ലോ ആനയെ കൊണ്ട് കൊല്ലിക്കാം, അല്ലെങ്കിൽ മല്ലയുദ്ധം കൊണ്ട് കൊല്ലിക്കാം, സേവകനല്ലേ. അഥവാ ഭഗവാൻ ആരാണെന്നും എന്താണെന്ന് അക്രൂരൻ ഭക്തനെ അറിയാം, ഒന്നും സംഭവിക്കത്തില്ല എന്നും അറിയാം. അതുകൊണ്ട് അക്രൂരൻ കേട്ട വാതി കേൾക്കാത്ത വാതി ഭഗവാനെ കണ്ണുള്ളാമയാതെ അനേക കാലം കൊണ്ട് കാത്തിരുന്ന് കിട്ടിയൊരു അവസരം പാഴിക്കളയൂ. അങ്ങനെ ഭഗവാനെ കാണാനായിട്ട് അക്രൂരൻ അങ്ങോട്ട് പോയി രഥത്തിൽ ഇവരെല്ലാം കയറ്റിക്കൊണ്ട് വരികയും ചെയ്തു. ഇവിടെ വന്നപ്പോൾ എന്താ നല്ല രംഗം, നമുക്ക് സന്തോഷിക്കാം. അങ്ങനെ ഭഗവാനെ കണ്ടപ്പോൾ ഘോരമാകും ഇടുത്തിയെന്ന് ആര് മനസ്സിലാക്കിയത്? ഇതൊരു ഇടുത്തിയാണ്. ഈ കൃഷ്ണനും രാമനും ക്രൂരരായിരിക്കുന്ന ഈ മല്ലദൂതന്മാർക്ക് മനസ്സിൽ തോന്നി. ഭഗവാൻ അകത്തോട്ട് ചെന്നപ്പോൾ നാരായണൻ സർവഭാവാത്മകൻ തന്നെ. മല്ലദൂതന്മാർക്ക് എന്ത് തോന്നി? മനസ്സിൽ ഘോരമാകും ഇടുത്തി എന്ന് തോന്നി. ഈ പാരിൽ അസാര നരന്മാർക്ക് അതൊക്കവേ പാരിൽ മനുഷ്യന്മാരിൽ വരനെന്നും. ഈ പാരിൽ ഈ ഭൂമിയിൽ അസാരൻ എന്ന് വെച്ചാൽ എന്താണ്? സാരമല്ലാത്തത്, ഭയാനകമായ നരന്മാർക്ക്. ഈ മല്ലന്മാരൊക്കെ എന്ന് വെച്ചാൽ സാരന്മാരല്ല, സാധാരണ അല്ല, അവരൊക്കെ ക്രൂരന്മാരാണ്. അതിന് അസാധാരണമായ എന്ന് പറയും. നമ്മളെപ്പോലെ സാധുക്കളോ ഒന്നും അല്ല, ആരെയും കൊല്ലുന്ന രീതി ദുഷ്ടനാണ്. അതുകൊണ്ട് ഈ പാരിൽ അസാര നരന്മാർക്ക് അതൊക്കവേ പാരതിൽ മനുഷ്യന്മാരിൽ വരനെന്നും. ഈ മനുഷ്യന്മാരിൽ ഭഗവാൻ ആരാ? വരനാണ്, ലോകനാഥനാണ്. നമ്മുടെ മനുഷ്യകുലത്തിൽ വലിയ ഭഗവാൻ ജനിച്ചത്. അതുകൊണ്ട് ഈ മനുഷ്യരിൽ വെച്ച് ഭഗവാൻ വരനെന്ന്. നാരിമാർക്കൊക്കെയും കാമനിവനെന്നും. അപ്പോൾ ഇവിടെ ആർക്കാണ് കാമൻ? ഇവിടെയുള്ള സുന്ദരികളായ നാരിമാരുണ്ട്, ഗോപശ്രീകളും. ഇപ്പോൾ അവിടെ തന്നെ മധുരയിലെ നാരിമാർക്കൊക്കെ ഭഗവാൻ എല്ലാവർക്കും ആഗ്രഹമാണ്. ഭഗവാനെ കിട്ടാൻ വേണ്ടി എനിക്ക് എനിക്ക് വളർത്താം, എൻ്റെ കണ്ണനെ എനിക്ക് കിട്ടിയെങ്കിൽ എന്ന് കണ്ട് ആരും കൊതിക്കും, കാമനിമാരായി. അങ്ങനെയുള്ള സുന്ദരികളെല്ലാവർക്കും ആരാ? ഭഗവാൻ കാമനാണ്. കാമനിമാർക്കെല്ലാം കാമനായും. ചാര് ഗോപാലകനെന്ന് ഗോപാലർക്കും. ഗോക്കളെ മേയ്ക്കുന്ന ഗോപാലർക്ക് എന്താണ്? അടുത്ത് നിൽക്കുന്ന ഗോപാലകനെന്ന്, അവരുടെ കൂടെ ചേർന്ന് നിൽക്കുന്നേ ഭഗവാനോട്, ആ ഗോപന്മാരോട് കൂടെ നിൽക്കുന്ന അവരെ പോലെയാണ് എൻ്റെ കണ്ണനെന്ന് ഗോപന്മാർക്ക് തോന്നും. നമുക്കൊന്ന് ആലോചിച്ച് നോക്ക്, ഒരു ഭക്തൻ എന്താ തോന്നുക? അങ്ങനെ ഓരോന്നിതിലുണ്ട്, അത് പറയാം. അപ്പോൾ എന്തൊക്കെയാണ് തോന്നിയത്? ഈ ക്രൂരന്മാർക്ക് എന്ത് തോന്നി? മല്ലദൂതന്മാർക്ക് മാനസയെ ഘോരമായി ഇടുത്തിയെന്ന് തോന്നി. അപ്പോൾ ഇടുത്തിയാണെന്ന് ആർക്ക് തോന്നി? ഒന്നുകൂടെ ശ്രദ്ധിച്ചെന്നൂടെ പറയാനാണ് ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുന്നത്. ഇത് അഗാധമായ ഒരു ഇടുത്തി തന്നെയാണ്. ആന ഇത്ര വലിയൊരു ആനയെ കൊല്ലണമെങ്കിൽ ആരായിരിക്കുമെന്ന്, അതൊരു ഇടുത്തി തന്നെയെന്ന് ഈ ദുഷ്ടന്മാർക്ക് തോന്നി. ഈ പാരിൽ അസാര നരന്മാർക്ക് അതൊക്കവേ പാരതിൽ മനുഷ്യന്മാരിൽ വരനാണെന്ന് തോന്നി. നാരിമാർക്കൊക്കെയും കാമൻ ഇവനെന്നും. അപ്പം നല്ല സുന്ദരിമാരായ ഗോപശ്രീകൾക്കും അതുപോലുള്ള നാരിമാർക്കെല്ലാം തോന്നി കാമനാണെന്നും, എല്ലാവരുടെയും കാമൻ ഇവനെന്നും. അപ്പോൾ അവരെങ്ങനെ സ്നേഹിക്കുന്നു ഭഗവാനെ? കാമനായിട്ട് സ്നേഹിക്കുന്നു കാമിനിമാർ. അപ്പം അസാര നരന്മാരെങ്ങനെ ചിന്തിക്കുന്നത്? മനുഷ്യന്മാരെ വെച്ച് വരനാണെന്ന്, എല്ലാവരിലെയും തലവനാണെന്ന് ചിന്തിക്കുന്നു. പിന്നെ ചാരുഗോപാലകൻ എന്ന് ഗോപാലർക്കും തോന്നി. നമ്മുടെ കൂടെ തന്നെ ചേർന്ന് നിൽക്കുന്ന ഗോപന്മാരുടെ കൂടെ ചേർന്ന് സഖികളായി നിൽക്കുന്ന, മിത്രമായി നിൽക്കുന്ന ഭഗവാനെ അങ്ങനെ കണ്ടു ഗോപന്മാർ. എങ്ങനെയായാലും ഭഗവാനെ സ്നേഹിച്ച് ഭക്തിവന്തിയല്ല, ഏത് രൂപത്തിലുള്ള ഭഗവാൻ ഒത്തു നിൽക്കും. അതുകൊണ്ട് ഗോപന്മാർക്ക് തോന്നി നമ്മെപ്പോലുള്ളൊരു ഒരു ഗോപനാണ് ഭഗവാനും, ഒരു സുഹൃത്താണ്. കണ്ടകഭൂപതിമാർക്ക് ഇവൻ നമ്മുടെ കണ്ടകൻ ശാസ്താവിതെന്നും ഭവിച്ചതു. കണ്ടകഭൂപതി ആരാണ്? കംസനെ പോലുള്ള ദുഷ്ടന്മാർ. ഈ കണ്ടകഭൂപതിമാർ ഈ ദുഷ്ടന്മാരായ രാജാക്കന്മാരുണ്ടല്ലോ, രാജാക്കന്മാരും കംസനെ പോലുള്ള രാജാക്കന്മാരുണ്ട്. ഈ രാജാക്കന്മാർക്ക് എന്ത് തോന്നുന്നു? നമ്മുടെ കണ്ടകൻ ശാസ്താവ്. എന്താ ശാസ്താവിൻ്റെ അർത്ഥം? ശിക്ഷിതാവ്, രക്ഷിതാവും ശിക്ഷിതാവും ഉണ്ട്. ഇതിൽ കുറ്റം ചെയ്യുന്ന ദുഷ്ടന്മാരെ ശിക്ഷിക്കുന്നതിനാണ് ശാസ്താവ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഭൂപതിമാരായ രാജാക്കന്മാർക്ക് ദുഷ്ടന്മാർക്ക് എന്ത് തോന്നി? ഭഗവാൻ കണ്ടകനാണ്, ശാസ്താവെന്ന് തോന്നി. അപ്പോൾ എത്ര വിധമായി? ദുഷ്ടന്മാരായ രാജാക്കന്മാർക്ക് ശാസ്താവ് ശിക്ഷിക്കുന്ന ആളാണെന്ന് തോന്നി, ഗോപന്മാർക്ക് കൂടെ ചേർന്ന് നിൽക്കുന്ന കൂട്ടുകാരനാണെന്ന് തോന്നി,
ഇവിടെ നരന്മാർ ഒക്കെ തോന്നി, എല്ലാ മനുഷ്യനും വെച്ച് പ്രധാനിയാണെന്ന് തോന്നി. പിന്നെ എന്താ ഈ ദുഷ്ടനായ ഈ മലന്മാർക്ക് തോന്നി ഇടുത്തിയാണെന്ന് തോന്നി. പിന്നെ നമ്മുടെ നന്ദ വസുദേവ ദേവകിമാർക്ക് എന്ത് തോന്നി? നന്ദഗോപർക്കും വസുദേവർക്കും ദേവകിക്കുമൊക്കെ നമ്മുടെ സൂനു കൃഷ്ണൻ ബാലൻ എന്നതും. ഭഗവാനെ അവരുടെ മകനല്ലേ, മകനെ അവരുടെ പിതാവും മാതാവും അല്ലേ. അപ്പോൾ അവർക്കിനി എന്തൊക്കെ പറഞ്ഞാലും അവരുടെ കുഞ്ഞല്ലേ, അതിനൊരു മാറ്റം വരത്തില്ലല്ലോ. ഭഗവാൻ ഇനി എത്ര ദൈവമെന്നോ എന്തൊക്കെ പറഞ്ഞാലും അവർക്ക് സൂനു ആ കുഞ്ഞാ, ഒരു പുഷ്പം പോലെ ആ കുട്ടി, അങ്ങനെ അവർക്ക് തോന്നി. അന്തകനെന്ന് കംസന് തോന്നി. ഇടിനാൻ കംസൻ എന്ത് തോന്നി? എൻ്റെ അന്തകൻ, എൻ്റെ കാലൻ. അപ്പോൾ ഭയം ആർക്കാണ്? കംസനാണ്. കാരണം കംസന് അന്തകനാണെന്ന് തോന്നി. ഇപ്പം എത്ര വിധമായി. ചിന്തയിൽ കർമ്മികൾക്കൊക്കെ വിരാട്ടെന്ന് തോന്നി. വിരാട്ടെന്ന് വെച്ചാൽ എന്താണ്? ഈ ലോകം മൊത്തവും നിറഞ്ഞിരിക്കുന്ന വിരാട് പുരുഷനാണെന്ന് തോന്നി. ചിന്തയിൽ കർമ്മികൾക്ക്, കർമ്മി വെച്ചാൽ ഈ കർമ്മമൊക്കെ ചെയ്യുന്നവർക്ക് വിരാട്ടെന്ന് തോന്നി. എന്താ കർമ്മങ്ങൾ? എന്തായാലും ഈ ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരുടെ കർമ്മങ്ങളൊക്കെ ഉണ്ടല്ലോ, അതാണ്. ഇപ്പോൾ എനിക്കും വേണമെങ്കിൽ അങ്ങനെ എനിക്കും ഭഗവാന്റെ കാര്യങ്ങൾ കർമ്മങ്ങൾ ചെയ്താൽ, പൂജ, ഇങ്ങനെ നാമങ്ങൾ, ഇതൊക്കെ നമ്മളും ചെയ്യും. നമുക്കും നമ്മൾക്ക് ഉള്ളിൽ കാണുന്നില്ലേ ഭഗവാൻ വിരാട്ടാണെന്ന്? ഒരു ഭക്തൻ അങ്ങനെ തോന്നൂലേ? അതാണ്. അങ്ങനെയുള്ള കർമ്മികൾക്ക് അത് ആർക്കും ആകാം. പക്ഷെ അറിവുള്ളവർക്കല്ലേ തോന്നുള്ളൂ. എല്ലാവർക്കും കർമ്മം എന്താണെന്നോ വിരാട്ട് എന്താണെന്നോ കൃഷ്ണൻ എന്താണെന്നോ അറിയില്ലല്ലോ. ഭാഗവതത്തിൽ ഇത് പറഞ്ഞത് ഒന്നും കേട്ടിട്ട് പോലും ഇല്ലാത്ത ജനങ്ങളുണ്ട് ഇവിടെ. യാതൊന്നും അറിയാതെ മൃഗങ്ങളെപ്പോലുള്ളവരുണ്ട്, അവരൊന്നും അറിയുന്നില്ല. പക്ഷെ ഇവിടെ കർമ്മികൾ ചിന്തയിൽ അവർക്കെന്ത് തോന്നി? വിരാട്ടെന്നും തോന്നി. ബ്രഹ്മവിത്തുകൾക്ക് ബ്രഹ്മമെന്നും തോന്നി. എന്തായി ബ്രഹ്മവിത്തുകൾ? അതും കുറച്ചു പേരേ ഉള്ളൂ ബ്രഹ്മവിത്ത്. നമുക്ക് ആർക്കറിയാം നമ്മളൊക്കെ ഭഗവാന്റെ ബ്രഹ്മത്തിൻ്റെ വിത്തുകളാണെന്ന്? അറിഞ്ഞവർക്കേ അറിയൂ. സാധാരണക്കാർക്ക് എങ്ങനെ അറിയാം? അവർ വിചാരിക്കും എൻ്റെ അച്ഛനും അമ്മയും അല്ലയോ ഇവിടെ, അവർ മരിച്ചുപോയി, അവരുടെ മക്കളല്ലേ ഞങ്ങൾ. അല്ല, ഇവിടെ ആരാണ് ഞങ്ങൾ? എൻ്റെ അമ്മയുടെ അച്ഛൻ്റെയും ഓരോ പേരും കാണും. ഇപ്പം ഞാനിപ്പോൾ എൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും മകളെന്ന് എനിക്കറിയൂ. പക്ഷേ ഇത് മനസ്സിലാക്കിയാൽ അറിയും യഥാർത്ഥ ബ്രഹ്മമാണ് നമ്മൾ. ആ ബ്രഹ്മത്തിൻ്റെ കൊച്ചു മക്കളൊക്കെയാണ് നമ്മളെന്ന്. നമ്മളും ഇത് പഠിച്ച് ആ വിത്ത് വളർന്ന് ബ്രഹ്മത്തിലേക്ക് ചേരും, ലയം പ്രാപിക്കും. അപ്പം നമ്മളും അതുപോലെ ആകും. എന്നുവെച്ചാൽ ബ്രഹ്മം ആവത്തില്ല, ബ്രഹ്മത്തെ പോലെ. ഈശ്വരൻ പരമാത്മാവ് ഒരേ ഒരു പരബ്രഹ്മമാണ്. നമ്മൾ അതെന്ന് പറയാൻ പറ്റത്തില്ല. ഇവിടെ അവതാരത്തർക്ക് ആർക്കും ഉള്ളത്തിലുണ്ട്. പക്ഷേ ബ്രഹ്മം ലോകം നിറഞ്ഞിരിക്കുന്ന വിരാട് പുരുഷൻ എന്ന് പറയുന്നത് എന്താ? ലോകം മൊത്തവും നിറഞ്ഞിരിക്കുന്നതാണ്. അതിൻ്റെ മൂർധന്യമായിട്ടുള്ള അവസ്ഥയിൽ അവതരിച്ചാണ് ഭഗവാൻ കൃഷ്ണൻ. എങ്കിലും അത് പുത്രനല്ലേ, ജനിക്കുമ്പോൾ എല്ലാം ജനനം എടുക്കുന്നതെല്ലാം മക്കളായിട്ടാണല്ലോ. ഒറിജിനൽ പിതാവിനെ പോലെ നമുക്ക് പറയാല, പിതാവാകുന്നില്ലല്ലോ. അതുകൊണ്ട് ബ്രഹ്മവിത്തുകൾക്ക് ബ്രഹ്മമെന്നും തോന്നി. നമുക്കും അങ്ങനെയല്ലേ? ഞാനത് എപ്പോഴും പറയത്തില്ല മക്കളെ, നമ്മൾ ഓരോ ബ്രഹ്മവിത്തുകളാണ്. ഈ വിത്ത് നമ്മളിവിടെ വിതച്ചേക്കാണ്. നമ്മളിവിടുന്ന് വളർന്ന് ഭൂമിയിൽ നന്മ ചെയ്ത് നന്മയാണ് ചെയ്യേണ്ടത്. അത് നന്മ വിളഞ്ഞ് നമ്മൾ 100 മേനി വിളയണം. എങ്ങനെ വിളയണം? നല്ല ഫലം പുറപ്പെടുവിക്കണം. നമ്മളൊരു നല്ലൊരു വൃക്ഷമാകണം. അതുകൊണ്ടാണ് വളരണം കണ്ണാന്നുള്ളത് നാമം. നമ്മൾ വലിയൊരു വൃക്ഷമാകും. അപ്പോൾ നമ്മളും നമ്മുടെ ഉള്ളിൽ നിന്ന് എന്താ വരുന്നത്? നന്മ മാത്രമേ വരത്തുള്ളൂ. പ്രവൃത്തി കൂടെയും വാക്കിൽ കൂടെയും ചിന്തയിൽ കൂടെയും പറച്ചിലിൽ കൂടെയും എല്ലാം നമുക്ക് എന്ത് വരും? നന്മ. അതാണ് ബ്രഹ്മവിത്ത്. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ നന്മയല്ലേ. അപ്പോൾ ബ്രഹ്മവിത്ത് ആവണമെങ്കിൽ അതിനും എല്ലാവർക്കും അത് പറ്റൂലല്ലോ. ഈ പ്രവൃത്തികളെല്ലാം ആർക്കുണ്ട്? അവരല്ലേ ആകത്തുള്ളൂ. അതുകൊണ്ട് അങ്ങനെയുള്ള ബ്രഹ്മവിത്തുകൾക്ക് എന്ത് തോന്നി? ഭഗവാൻ കൃഷ്ണൻ ബ്രഹ്മമാണെന്ന് തോന്നി. അപ്പം നമ്മളെല്ലാവരും, ഞാൻ എപ്പോഴും പറയത്തില്ലേ, ഭഗവാൻ നമുക്ക് വസുദേവരുടെയും ദേവകിയുടെയും കുഞ്ഞു മകൻ സൂനുമല്ല, അവർക്ക് മക്കളാണ്. പക്ഷേ അവർ എത്ര ഇനി ബ്രഹ്മമെന്ന് പറഞ്ഞാലും അവരുടെ ഉള്ളത്തിൽ അത് അങ്ങ് ലയിച്ചു പോയി. കുഞ്ഞല്ലേ, മകനല്ലേ. അതുകൊണ്ട് അതങ്ങോട്ട് ആ വേരൂന്നി പടർന്നിരിക്കുക. ഉള്ള മൊത്തം അവരുടെ കുഞ്ഞാണെന്ന് അതെങ്ങനെ മാറ്റാൻ പറ്റും? അതൊരിക്കലും പറ്റത്തില്ല. ഇനി എത്ര എന്തെല്ലാം ആണെന്ന് പറഞ്ഞാലും നമുക്ക് അവനവൻ്റെ കുഞ്ഞ് തന്നെയാണ്. പക്ഷേ അതുകൊണ്ട് നമുക്കെന്ത് വന്നു? ഭഗവാൻ പരബ്രഹ്മമാണെന്ന്. നമുക്ക് ഭഗവാൻ കൃഷ്ണനും രാമനും ഒക്കെ ബ്രഹ്മമാണ്. നമ്മളൊക്കെ അവരുടെ വിത്തുകളാണ്. നാം ഓരോ ഭക്തന്മാരും ഭഗവാന്റെ വിത്തുകളാണ് മക്കളെ. നമ്മളെല്ലാം ആനന്ദിക്കുക. ഒരു ഭക്തൻ ആനന്ദിക്കണം. എങ്ങനെ ആനന്ദിക്കണം? നമ്മളെല്ലാം പരമാത്മാവിൻ്റെ വിത്തുകളാണ്, ബ്രഹ്മമാണ് ഭഗവാൻ കൃഷ്ണൻ എന്ന് തോന്നുമല്ല, അങ്ങനെ തന്നെയാണ്. നമ്മുടെ ദൈവമെന്നായി യദുക്കൾക്കും യദുകുലത്തിലെ എല്ലാവർക്കും എന്ത് തോന്നി? നമ്മുടെ ദൈവം. കാരണം അത്ഭുതങ്ങൾ എന്തെല്ലാം കാട്ടി. അവിടെ യദുകുലത്തിലല്ലേ ഭഗവാൻ അവതരിച്ചത്. അവർക്കെല്ലാം ഭഗവാൻ എന്ത് തോന്നി? ദൈവം, ഇത് ഭഗവാൻ കൃഷ്ണൻ ദൈവമാ എന്ന് അവർ കണ്ടു. ഇത്തരം നാനാരസങ്ങൾ ഭേദങ്ങളായി ചിത്തത്തിൽ ഏവർക്കും അങ്ങ് തോന്നിയതഹോ.
അപ്പോൾ ഇങ്ങനെ നാനാ രസങ്ങൾ, ഇത് രസമാണ്, ഇത് അമൃത, ഇത് പരമജ്ഞാന അമൃതാണ്. ഈ അമൃതം നമ്മൾ പാനം ചെയ്യുമ്പോൾ ഇത് നമ്മൾ ഓർക്കുമ്പോൾ, ഇത് വായിച്ച് ചിന്തിക്കണം. നമ്മൾ ചിന്തിച്ച് മനനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും, അയ്യോ ഭഗവാൻ കൃഷ്ണൻ ബ്രഹ്മമാണ്, നമ്മൾ അവിടുത്തെ ഓരോ വിത്തുകളാണ്, ഭഗവാന്റെ മക്കളാണ്. നമുക്കും അതുപോലെ ആകണം, ഒരു ലയം പ്രാപിക്കണം, ആ ബ്രഹ്മത്തിൽ ചേരണം. നമ്മളെ പരമാത്മാവ് നമ്മുടെ തന്നിൽ ഉണ്ട്. അത് ആ ശക്തി സ്വരൂപിണിയായിരിക്കുന്ന ആ ജ്ഞാനം നമ്മൾ അറിഞ്ഞു വരുമ്പോൾ, ഈശ്വരൻ അറിവാകുന്നു, ആ അറിവ് നമ്മൾ അറിഞ്ഞു വരുമ്പോൾ നമ്മളും പരബ്രഹ്മത്തിൽ ലയിക്കും, പരമാത്മാവിൽ ലയിക്കും, മംഗളസ്വരൂപനായി തീരും. അപ്പം നമ്മൾ അങ്ങനെ ആകണമെങ്കിൽ ഇതെല്ലാം പഠിക്കണം. അങ്ങനെ ഇത്തരം നാനാ രസങ്ങളാണ് ഇതെല്ലാം. പല പല രസങ്ങളാണ്. എന്ത് രസങ്ങളാണ്? ബ്രഹ്മമെന്ന് തോന്നുന്നു, സുഹൃത്തായിട്ട് തോന്നുന്നു, നാരികൾക്കൊക്കെ കാമനായിട്ട് തോന്നുന്നു, പിന്നെ ദുഷ്ടന്മാർക്ക് ഇടുത്തിയാണെന്ന്, മല്ലന്മാർക്ക് ഇടുത്തിയാണെന്ന് തോന്നുന്നു, കംസനാണെങ്കിലോ എന്താ പറയുക കാലൻ എന്ന് തോന്നുന്നു. ഇങ്ങനെ ഓരോരുത്തർക്ക് മാതാവിനും പിതാവിനും എന്താ തോന്നുന്നു? വസുദേവർക്കും നന്ദഗോപർക്കൊക്കെ സൂനു മകൻ കുഞ്ഞാണെന്ന് തോന്നുന്നു. ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. പിന്നെ ഇതുപോലെ തന്നെ പിന്നെ ഈ ദുഷ്ടന്മാരായ രാജാക്കന്മാർക്ക് എന്ത് തോന്നുന്നു? ശാസ്താവ് കണ്ടകൻ. ശാസ്താവൻ എന്താണ്? ശിക്ഷ ചെയ്യുന്നവൻ, ദുഷ്ടന്മാരെ ശിക്ഷിക്കുന്നവൻ, അങ്ങനെ തോന്നുന്നു. ഇതാണ് സംഭവം. സത്യം തന്നെയാണ്, പലർക്കും പലതായി തോന്നുന്നു. ഇതാണ് നാനാ രസങ്ങൾ. ഇതെല്ലാം ഓരോ രസങ്ങളാണ്. കംസന്റെ ഭയവും ഒരു രസമാണ്. ഭഗവാനെ ഭജിക്കുന്ന ഭക്തന്മാർക്കും അതൊരു രസമാണ്. അത് അമൃതാകുന്ന രസം. ഇങ്ങനെ ഓരോ രസങ്ങളാണ്. ഈ രസങ്ങളെല്ലാം ഭേദങ്ങളായി ചിത്തത്തിൽ ഏവർക്കും അങ്ങ് തോന്നിയതോ. ഓരോരുത്തർക്കും ഓരോ രീതി, ചിത്തത്തിൽ ഓരോ രീതിയിൽ ഇങ്ങനെ തോന്നി. തങ്ങൾക്ക് ഹൃദയത്തിൽ നിൽപ്പത് തന്നെ ഈ വണ്ണം ഭവിച്ചത് നിർണയം. തങ്ങൾക്ക്, നമ്മൾക്കൊക്കെ ഓരോരുത്തർക്കും ഹൃദയത്തിൽ എന്താണ് നിൽപ്പത്, എങ്ങനെയാണ് തോന്നുന്നത്? എനിക്കാണെങ്കിൽ പരബ്രഹ്മമായിട്ടാണ്. എൻ്റെ പരമാത്മാവായ കൃഷ്ണൻ പരബ്രഹ്മമൂർത്തി തന്നെയാണ്. അങ്ങനെ ഞാൻ അങ്ങനെ തന്നെയാണ് അനുഭവിച്ച്, എൻ്റെ രസം അതാണ്. എൻ്റെ ഭഗവാൻ പരമാത്മാവ് കൃഷ്ണൻ നാരായണൻ, അത് ശ്രീരാമനായാലും അത് എന്തായാലും, അവിടെ ദേവി എന്ന് പറഞ്ഞാലും ദേവനെന്ന് പറഞ്ഞാലും ശാസ്താവെന്ന് പറഞ്ഞാലും മഹാവിഷ്ണുവെന്നോ അല്ലെങ്കിൽ പിന്നെ എന്തോ ഗണപതിയെന്നോ എന്തോ ആയിക്കോട്ടെ, ഇതെൻ്റെ പരബ്രഹ്മമൂർത്തിയാണ്, പരബ്രഹ്മമാണ്. ഞാൻ എന്ത് കണ്ടാലും അത് എൻ്റെ പരബ്രഹ്മം തന്നെയാണ്. അതാണ് എൻ്റെ കൃഷ്ണൻ. എല്ലാം അത് തന്നെ, ഏകമേ ഉള്ളൂ. അങ്ങനെ എൻ്റെ ഹൃദയത്തിൽ അങ്ങനെയാണ്. തങ്ങൾക്ക് ഹൃദയത്തിൽ എന്താ തോന്നുന്നത് നിൽപ്പത് തന്നെ ഈ വണ്ണം അങ്ങനെ ഭവിച്ചു. ഭഗവാൻ അങ്ങനെ തന്നെയാണ്. നാരികൾക്ക് കാമനായിട്ടാണെങ്കിൽ അങ്ങനെ, ഭഗവാൻ ഏത് രീതിയിലാണെങ്കിലും അവർക്ക് അങ്ങനെ തന്നെ തോന്നുന്നു. അത് തന്നെയാണ് സത്യവും. അതുകൊണ്ട് തങ്ങൾക്ക് ഹൃദയത്തിൽ നിൽപ്പത്, അവനവൻ്റെ ഹൃദയത്തിൽ എന്താ വേണ്ടത് തന്നെ ഈ വണ്ണം ഭവിച്ചു എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ. കംസന് ഭയം കൊണ്ട് അന്തകനാണോ? അതങ്ങനെ ഭവിക്കും. നാരികൾക്ക് കാമനാണോ? അതങ്ങനെ ഭവിക്കും. ഗോപന്മാർക്ക് സുഹൃത്തായി അവരെ പോലെ അടുത്ത് ചേർന്ന് നിൽക്കുന്ന ഒരു സുഹൃത്താണോ? അങ്ങനെ തന്നെയാണ്. ഭഗവാൻ ഏതിനും തടസ്സമില്ല. ഭഗവാൻ അങ്ങനെയാണ്. നമുക്ക് എന്താണ് നമ്മുടെ ഹൃദയത്തിൽ വേണ്ടത് അതാണ് ഭഗവാൻ ഏകനാണ്. പിന്നെ അത് തരണ്ടേ, അവനവൻ്റെ ആവശ്യം നിറവേറ്റി തരണ്ടേ. എങ്ങും നിറഞ്ഞ പരം പുരുഷോത്തമം, എങ്ങനെ ഭാവം എന്നാൽ അതുപോലെയാം. എങ്ങനെയാണ് നമ്മുടെ മനസ്സിൻ്റെ ഭാവം? എങ്ങും നിറഞ്ഞിരിക്കുന്ന ഭഗവാൻ പുരുഷോത്തമൻ പരമാത്മാവ്, എങ്ങും നിറഞ്ഞ് കവിഞ്ഞ് തിങ്ങിയിരിക്കുന്ന ഈ ഈശ്വരൻ, ഈ പരബ്രഹ്മം എങ്ങനെ നമ്മുടെ ഭാവം എന്നാൽ അതുപോലെയാണ്. നാനാവിധം ഹൃദയ തോന്നിച്ചതെങ്കിലും മാനസാനന്ദ സാധ്യം ഫലമാമതം. എങ്ങനെ നാനാവിധമാണ് നമ്മളൊക്കെ ഓരോരുത്തരും ചിന്തിക്കുന്നത്. നമ്മുടെ ഓരോരുത്തർക്കും ഓരോ ദൈവമെന്നും പിന്നെ അല്ലെങ്കിൽ ഏത് രീതിയിലായാലും നാനാവിധത്തിലാണല്ലോ ഇവരെല്ലാം ചിന്തിക്കുന്നത്. ഹൃദി അങ്ങനെ തോന്നിച്ചതെങ്കിലും മാനസാനന്ദ സാധ്യമാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ മനസ്സിന് അതല്ലേ ഞാൻ ഇന്നാൾ ഇല്ലേ ഏതോ ഒരു മത്തായി അച്ഛൻ പറഞ്ഞപ്പോൾ ഞാൻ എന്താ പറയുക, നമുക്കതിലും പാറയാണ് നമ്മുടെ മനസ്സിനകത്ത് ചിലപ്പോൾ പാറയായിരിക്കും കാണുന്നത്. പാറ കണ്ടെങ്കിൽ ഉടയമ്പരാനാണെന്ന് ചിന്തിക്കുന്നത്. നമ്മുടെ ഇഷ്ടമാണ് അത് എന്താ നമുക്ക് വേണ്ടത്? മനസ്സിന് ആനന്ദമാണ് വേണ്ടേ. നമ്മൾ ഭജിക്കുന്നതും ഈ ചൊല്ലുന്നതും കേൾക്കുന്നത് എന്തിനാ? നമുക്ക് മനസ്സിന് സന്തോഷത്തിനും ആനന്ദവും ലയിക്കാനാ, ഭഗവാനിൽ പരബ്രഹ്മത്തിൽ ചേരാനാ. അതിന് പാറ കണ്ടുകൊണ്ടിരുന്നാലും മതി. നമ്മുടെ ഹൃദയം എന്താണെന്ന് ചിന്തിച്ചാൽ മതി. നമ്മുടെ പ്രവൃത്തിയും നമ്മുടെ ഭഗവാനുള്ള ചിന്ത പാറയിലെങ്കിൽ ലയിക്കുന്ന എന്താണ്? പരബ്രഹ്മമായിട്ടാണ്. അല്ലാതെ കല്ലെന്നോർത്തല്ല ചെയ്യുന്നത്. ഒരു വിഗ്രഹത്തെ കണ്ടിട്ട് നമ്മൾ ആ വിഗ്രഹത്തോട് ആരോട് പറയുന്നത്? പരബ്രഹ്മത്തോടാണ് പറയുന്നത്. നമ്മുടെ ഹൃദയം അവിടേക്കാണ് എത്തുന്നത്. രൂപം ഏതോ ആയിക്കോട്ടെ, ഒരു രൂപം വേണ്ട, ഉള്ളിൽ തന്നെ ഉണ്ടെന്ന് ചിന്തിച്ചാൽ നമ്മളെല്ലാം അഹം ബ്രഹ്മമായി മാറിയ പിന്നെ അവിടെ രൂപമില്ല.
എനിക്കിപ്പോൾ ഇത്രയും പ്രായമായപ്പോൾ ഞാനിപ്പോൾ അങ്ങനെയായി. ഒത്തിരിയുടെ മുമ്പൊക്കെ എങ്ങനെയായിരുന്നു, ഭഗവാന്റെ വിഗ്രഹത്തിൽ തന്നെയായിരുന്നു പൂജിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം എല്ലാവർക്കും കാണത്തക്കോണം ഇങ്ങനെ വച്ചേക്കുന്ന ഉള്ളം തന്നെയാണ് എനിക്ക്, എൻ്റെ ഉള്ളത്തിൽ തന്നെയാണ് പരബ്രഹ്മം. അതിനെയാണ് ഞാൻ പൂജിക്കുക. ഞാൻ എന്ത് കഴിച്ചാലും അത് അതിനാണ് കൊടുക്കുന്നത്, ആ ബ്രഹ്മത്തിലേക്കാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്താ വേണ്ടത്? മനസ്സിന് ആനന്ദം, പരബ്രഹ്മത്തിലോട് ചേർന്ന് ലയം പ്രാപിക്കുക. ആനന്ദലഹരി, പരബ്രഹ്മത്തിൽ ഒരവസ്ഥയുണ്ട്, ആനന്ദാനുഭൂതി. ഏത് നാനാവിധം ഹൃദയ തോന്നിച്ചത് എങ്കിലും ഏത് രൂപത്തിലാണെങ്കിലും മനസ്സിന് ആനന്ദസാധ്യം ഫലമാണ്. നമുക്ക് മനസ്സിന് എന്താണെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതിൽ ഏത് വഴിയായാലും പരബ്രഹ്മത്തിൽ ലയിക്കുക. അപ്പോൾ കംസന് ഭയം കൊണ്ടാണെങ്കിലും എപ്പോഴും കൃഷ്ണൻ 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 എന്ന് ചിന്തിച്ചതുകൊണ്ട് ഭഗവാൻ തന്നെ ചേർന്ന് പോയി മോക്ഷം പ്രാപിച്ചു. കാരണം എന്താ, എപ്പോഴും ഭയം കൊണ്ടാണെന്നേ ഉള്ളൂ, ചിന്ത എപ്പോഴും കൃഷ്ണ കൃഷ്ണ എന്നായിരുന്നു. അതുകൊണ്ട് അയാൾ ഭയന്നുകൊണ്ട് തന്നെ അയാൾക്ക് മോക്ഷം കിട്ടി. നമുക്ക് എങ്ങനെയായാലും അതിൽ ലയിക്കുക. അതുകൊണ്ട് മനസ്സിന് ആനന്ദസാധ്യം ഫലമാ. അതും രാമനും കൃഷ്ണനും രംഗം പ്രവേശിച്ചത് ആമോദമുണ്ടായി രംഗം. അത് കണ്ട് വീരനായിടും ഗജത്തെ നാരായണൻ പാരാതെ കൊന്നത് കാൺകയാൽ ഏവരും രാമകൃഷ്ണന്മാർ സമസ്ത ജിതാത്മാക്കളാം ഇവർ തന്നെ ജയിപ്പാൻ പണിയെന്ന്. ഈ ഭഗവാനെ ജയിക്കാൻ വളരെ പാടാണെന്ന് എല്ലാവരും കരുതുന്നു. എന്താ കാരണം? രാമനും കൃഷ്ണനും രംഗത്ത് പ്രവേശിച്ചപ്പോൾ എല്ലാവർക്കും സന്തോഷമുണ്ടായി, ആമോദമുണ്ടായി. അവിടെ നിന്നവർക്കെല്ലാം ഭഗവാനെ, കാരണം ഒരു ആനയൊക്കെ ഇത്രയും നിസ്സാരമായി കൊല്ലുക എന്ന് പറഞ്ഞാൽ ഭഗവാൻ ആരെന്നവരെല്ലാം ഊഹിച്ചില്ലേ, അറിഞ്ഞില്ലേ? അപ്പോൾ ഈ രംഗം കണ്ടു. ഭഗവാൻ ഇങ്ങനെ കയറി ചെന്ന രംഗം, തോളയിൽ ഈ എന്താ പറയുക കൊമ്പും വെച്ചുകൊണ്ട് കയറി രണ്ടുപേരും കൂടെ. അങ്ങനെ കണ്ടപ്പോൾ വീരനായിടും ഗജത്തെ, ഒരു സാധാരണ ആനയല്ല, വീരനായിരുന്ന ഈ ഗജത്തെ നാരായണൻ പാരാതെ കൊന്നത് കാണുകയാൽ ഏവരെന്ത് ചെയ്തു? ഈ രാമനും കൃഷ്ണനും സമസ്ത ജിതാത്മാക്കളാം ഇവരെന്താണ്? ജിതാത്മാക്കളാണ്, ജയിക്കുന്നവരാണ്, ആരെയും തോപ്പിക്കും, ഇവരെ വെല്ലാൻ ആരുമില്ല എന്ന്. ഒരു ആന ഇങ്ങനെ ചെയ്യണമെങ്കിൽ ഇവരുടെ കൂടെ ജയിക്കാൻ വലിയ പണിയായി മല്ലന്മാർക്ക് ആർക്കായാലും. അതുകൊണ്ട് നിന്നവരെല്ലാവരും കണ്ടവരൊക്കെയും ഈ രാമനെയും കൃഷ്ണനെയും സമസ്ത ജിതാത്മാക്കളാം ഇവർ സമസ്തത്തിൻ്റെയും ജയം ഉള്ള, അവിടെ അതിൽ താഴെ ഉള്ള എല്ലാവരും സമസ്ത ജിതാത്മാക്കൾ എല്ലാവരിലും വെച്ച് ഇവരാണ് ജയിക്കുക. അങ്ങനെ ഉള്ളവരെ ജയിപ്പാൻ, ഇങ്ങനെ ഉള്ളവരെ ജയിപ്പാൻ പണിയെന്ന്. അതുകൊണ്ട് രാമകൃഷ്ണന്മാർ സമസ്ത ജിതാത്മാക്കളാം ഇവർ തന്നെ ജയിപ്പാൻ പണിയെന്ന്. മാനസം തന്നിൽ ഭയം പൂണ്ടു കംസൻ്റെ ഉള്ളവും പിടയ്ക്കുന്നു. കാരണം ഇത്രയും കാണിച്ചെങ്കിൽ, കാരണം വില്ലെടുത്ത് ഒറ്റ ഒടുപ്പ്, ഒരു ദാക്ഷിണ്യം ഇല്ലാതെ എടുക്കുക, ഓടിക്കുക. കരിമ്പിൻ തോട്ടത്തിൽ കരിമ്പ് ആനയ്ക്ക് ഓടിക്കാൻ ഇതിനേക്കാളും പാടാന്നാണ് പറഞ്ഞത്. അത്രയ്ക്ക് എളുപ്പത്തിൽ തന്നെ ഭഗവാൻ ആ വില്ലെടുത്തങ്ങ് ഓടിച്ചു. അതുപോലെ തന്നെയാണ് ഇവിടെ ഈ ആനയെ കൊന്നതും. അതുകൊണ്ട് കംസന് തോന്നി ഇവിടെ നിൽക്കുന്ന മല്ലന്മാർക്കൊക്കെ പണിയാ യവനെ ജയിക്കാൻ, കൃഷ്ണനെ ജയിക്കാൻ. അവിടെ കംസന് ഭയം പൂണ്ട്. മാനമോടെ ഭയം അങ്ങ് അടക്കിയിടാൻ അവൻ മാനത്തോട് തന്നെ ഭയമൊക്കെ അങ്ങ് അടക്കി വെച്ചു. കാരണം നാണക്കേടല്ലേ, കംസൻ ഭയങ്കര വീരവാനല്ലയോ, എല്ലാവരുടെ മുമ്പിൽ ഭയന്ന് വിറച്ച നാണക്കേടല്ലേ. അതുകൊണ്ട് ഭയം അങ്ങ് ഉള്ളിലങ്ങ് അമുക്കി. ശോഭിത പാദാതികേശ സൗന്ദര്യവും ശോഭിതമായ വിഭൂഷണ ശോഭയും ഭക്തൻ സുധാമാവു നൽകിയ മാല്യവും ഭക്തപ്രിയൻ കൃഷ്ണൻ രാമനുമായി ചെന്ന് നാട്യം നടിക്കുന്ന നർത്തകന്മാർ പോലെ രാമകൃഷ്ണന്മാർ കുമാരരും ചെന്നുടൻ മല്ലരംഗം പ്രവേശിച്ചപ്പോൾ മിന്നൽ പോലെ ഏറ്റം പ്രകാശിച്ചു രംഗവും. ഒരുപാട് സമയം പോകും നോക്കളെ, ഇനി ഒത്തിരി ഉണ്ട് വായിക്കാൻ. അത് തീർമ്പോൾ ഒരുപാട് സമയം പോകും. എന്ത് വേണം, നിർത്തണമെന്ന് ഞാൻ ആരോടാ ചോദിക്കുക? അപ്പോൾ ഇതിൻ്റെ അർത്ഥം ശരിക്കും പറയാൻ പറ്റൂലല്ലോ. അപ്പോൾ ഭക്തപ്രിയൻ ഭഗവാൻ കൃഷ്ണൻ രാമനുമായി എങ്ങനെ ചെന്നു? ഭക്തനായിരിക്കുന്ന സുധാമാവ് നൽകിയ 2 മാല്യം എന്ത് ഞാൻ കൊടുക്കും ഭഗവാന്? അവിടെ ചെന്നപ്പോൾ അത്രമാത്രം കൊടുക്കുന്നതിനെ പറ്റി അങ്ങനെ കൂട്ടുകാരൻ്റെ വീട്ടിൽ ഭഗവാന് 2 കുസുമങ്ങൾ കൊണ്ട് 2 മാല്യമാണ് കൊടുത്തത്. ഭഗവാനും കൃഷ്ണൻ 2 മാലകൾ അർപ്പിച്ചു. ആരാ? സുധാമാവ്. ഈ മാല്യം ധരിച്ചും കൊണ്ട് ഭക്തപ്രിയൻ കൃഷ്ണൻ രാമനുമായി ചെന്ന് എന്ത് ചെയ്യുന്നു? നാട്യം നടിക്കുന്ന നർത്തകന്മാർ പോലെ രാമകൃഷ്ണന്മാർ കുമാരരും ചെന്നുകൊണ്ട് മല്ലരംഗം പ്രവേശിച്ചു. ഭഗവാൻ ഇങ്ങനെ നാട്യം നടന്മാരെ പോലെ ഡാൻസ് ചെയ്തു, നാട്യം കളിക്കുന്നത് പോലെ നർത്തകന്മാർ പോലെ ശ്രേഷ്ഠരായിരുന്ന ഈ ഭഗവാനും
രാമകൃഷ്ണന്മാരും കുമാരനും ഈ കുട്ടികളുണ്ട് കൂടെ, കുറച്ച് ബാലന്മാരുണ്ട്. സുധാമ കൊടുത്ത ഈ മാലയുണ്ട്. ഇതൊക്കെ ഇട്ടുകൊണ്ട് ചെന്ന് മലരംഗ ഈ തോളയിൽ എന്തുണ്ട്, ഈ ആനക്കൊമ്പുണ്ട്. ഇതൊക്കെ വെച്ച് രംഗത്ത് പ്രവേശിച്ചു. അവിടേക്ക് കയറി. മിന്നൽ പോലെ ഏറ്റവും പ്രകാശിച്ചു രംഗം. ഒരു മിന്നൽ എങ്ങനെ പ്രകാശിക്കുന്നേ, നമ്മൾ മഴ ഇങ്ങനെ വരുമ്പോൾ കൊല്ലാൻ മിന്നുന്ന എങ്ങനെ പെട്ടെന്നൊരു മിന്നൽ എങ്ങനെ, ഇവർ കയറിയപ്പോൾ തന്നെ ഒരു മിന്നൽ പ്രകാശം, മിന്നൽ പോലെ ഏറ്റവും പ്രകാശിച്ച രംഗവും. മുറ്റുമിരുന്ന നഗരവാസീജനം മറ്റുമുള്ളവരും ജഗന്മേന്ദ്രനുടെ ശുദ്ധ ശരീരമുഖാബ്ജ ഭംഗിയും താമര പോലെ ഉള്ള സുന്ദരമായിരുന്ന മുഖത്തിൻ്റെ ഭംഗിയും ബദ്ധദൃഷ്ടിയാ കണ്ട് തുഷ്ടി വരായികയാൽ ചൊല്ലിനാർ. എന്താ പറയുന്നത്? ത്രൈലോക്യനാഥനാകും പരൻ മല്ലബാണാരി സേവ്യൻ ജഗദീശ്വരൻ കാലസ്വരൂപനാം ലക്ഷ്മീവരൻ ഭുവി പാലനം ചെയ്യുവാൻ വസുദേവർദ്ധനുടെ സൂനുവായി വന്നു യദുകുലേ ജാതനായി. പെട്ടെന്ന് വായിച്ചു തീർന്നു. പിന്നെ നാളെ നമുക്കതിൻ്റെ ബാക്കി അർത്ഥം പറഞ്ഞുതരാം മക്കളെ. മാനവവീരൻ ഇവരുടെ ലീലകൾ മാനസവാച പറഞ്ഞാലൊടുങ്ങുമോ? ഇവരുടെ ഈ കൃത്യങ്ങളൊക്കെ പറയാൻ പറ്റുന്നതാണോ? ഇവർ പറയുന്നത് ഈ ഭഗവാന്റെ ഈ ലീലകളെല്ലാം യദുകുലത്തിൽ ജനിച്ച ഈ ഭഗവാൻ വസുദേവരുടെ മകനാണെങ്കിലും വളർന്നെവിടെയാ? യദുകുലത്തിലല്ലേ? അങ്ങനെ ഇവരുടെ അത്ഭുതങ്ങൾ പറഞ്ഞാൽ ഒടുങ്ങത്തില്ല. മാനിനി ദേവകി തന്നുടെ സൂനുവായി ആനന്ദമോടെ വളർന്നു പോൽ ഗോകുലേ. ആരും അറിഞ്ഞില്ല വൃത്താന്ത ഒന്നുമേ പൂതന മുമ്പായ ദുഷ്ടൻ അരിഷ്ടനും പാതകൻ കേശീബകൻ വ്യോമനാദിയെ പ്രേതരാജാലയത്തിനായി അയച്ചതും ഒത്തിരി പേരെ കൊന്നല്ലോ പൂതന തൊട്ട് ഒത്തിരി. അത് പെയ്ത മഴ കൊണ്ട് ഗോവർദ്ധനം ചൂടി ദേവേന്ദ്ര ദർപ്പം കളഞ്ഞതും, പിന്നെ അത് പാട്ടൊക്കെ പാടിയിട്ടുണ്ടല്ലോ, ദേവേന്ദ്ര ദർപ്പം കളഞ്ഞതും മഴ പെയ്ച്ചത് ഗോവർദ്ധനത്തെ ഭഗവാൻ കുട പിടിച്ച് നിർത്തിയതും പാവകൻ തന്നെ അശിച്ചതും. എന്താ ആഹാരമായ ഉള്ളത്തിൽ കഴിച്ചു. കാരണം വനങ്ങളെല്ലാം കത്തി തീയുണ്ട്. അതിപ്പം ഭഗവാനെ രക്ഷിക്കണമെന്ന് പറഞ്ഞപ്പോൾ തീയെല്ലാം അങ്ങ് അശിച്ചു. അതുകൊണ്ട് ഇവിടെ അശിച്ചെന്ന് വായിക്കണം. പാവകൻ തീ കാട്ടുതീ വന്നപ്പോൾ ഭഗവാൻ എല്ലാം നടുക്ക് നിൽക്കുക, ചുറ്റിനും തീ വന്നപ്പോൾ ഭഗവാൻ അതിനെ ഭക്ഷിച്ചു. കാളന്തി തോയം എല്ലാവർക്കും ഉപകാരമാക്കിനാൻ. കാളന്തിയിലെ തോയം വെള്ളം വിഷം മാറ്റി കാളിയനെയൊക്കെ അവിടുന്ന് വേറെ രമണകദ്വീപിലേക്ക് കൊണ്ടാക്കിയിട്ട് ശുദ്ധജലമാക്കി വെച്ചു. മായകൾ മറ്റും ഓരോന്ന് ഇവൻ ചെയ്തതും ഗോപികമാരോട് കൂടി രമിച്ചതും ഗോവിന്ദനാ നന്ദസൂന് ഇവനല്ലോ. അവിടെ നിന്നവരൊക്കെ പറയുന്നു ഇത് അത്ഭുത ബാലനാണ് ഭഗവാൻ. ഇദ്ദേഹം ചെയ്ത കാര്യങ്ങൾ നമുക്ക് അടുത്ത പ്രാവശ്യം പറയാം. ധേനുകൻ പിന്നെ പ്രലംബനെ അവനെയും ധീരമന്യെ കൊന്ന രാമൻ ഇവനല്ലോ. ഇങ്ങനെ സുന്ദരന്മാരാം ഇവരോടും ഒന്നിച്ചു പാടുന്ന ഗോകുലനാരിമാർ തങ്ങളുടെ ഭാഗ്യം പറയാവതല്ലേതു. ഇങ്ങനെ ഭഗവാനോട് കഴിയുന്ന ഈ ഗോകുലത്തെ നാരിമാരുടെ ഭാഗ്യം പറയാൻ പറ്റുന്നതാണോ? വന്നിതു സൗഖ്യം അവർക്കെന്ന് നിർണയം. അവരുടെ ഭാഗ്യം, അവരുടെ സുഖം, സൗഖ്യം എന്നെല്ലാവരും പറഞ്ഞു. ഭഗവാൻ ഇത്ര നാൾ എവിടെയാണ് കഴിഞ്ഞത്? ആ കുട്ടികളോടാ. ഗോപികളും ഗോപന്മാരുടെ വൃന്ദാവനത്തിലായിരുന്നു. അതുകൊണ്ട് ഇന്നിവർ യാദവംശേ ജനിക്കയാൽ വന്നു കുലശുദ്ധി കീർത്തി എല്ലാ നാളും ഏവം പുരവാസികളാം ജനങ്ങളും ആവോളം ഓരോന്ന് ചൊല്ലി നിൽക്കും വിധം. ഇതൊക്കെ പറഞ്ഞ് അവർ സന്തോഷിച്ച് ഭഗവാനെ ചെയ്ത കാര്യങ്ങളും കഴിഞ്ഞുപോയ കാര്യങ്ങളെല്ലാം ഓർത്തോർത്ത് ഇത് ഇങ്ങനെ ഒരു അത്ഭുതമായിരുന്നു ഭഗവാൻ. ഇത് അവിടെ ഇത്രാളും വളർന്ന് അവർക്ക് എന്തൊരു ഭാഗ്യമാണ് ഭഗവാനോട് ഒത്തുനിന്ന് അവർക്ക് ജീവിക്കാൻ. നമുക്കങ്ങാണ് ഈ സുഹൃതം കിട്ടിയോ? ഇതൊക്കെ അവരിങ്ങനെ തങ്ങളിൽ പറയുന്നു. എല്ലാവർക്കും നമസ്കാരം. ഹരിവും ഹരിവും ഹരിവും. എനിക്ക് ഒത്തിരി പറയണമെന്ന് കൊണ്ടുവക്കളെ. ഇതിൻ്റെ അവസാനം ഒന്നുകൂടെ ഞാൻ പറഞ്ഞ് അടുത്ത പ്രാവശ്യം എടുക്കാം. നമസ്കാരം എല്ലാവർക്കും.